പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട്. ഹോട്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാകില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു. നടപടി സ്വീകരിക്കാൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ശുപാർശയും തേടിയിട്ടുണ്ട്. രാഹുൽ ഈശ്വരം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ കനൽ എന്ന സംഘടന വിദ്യാർത്ഥികളുടെ ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ കൂടിയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇത് സംഭവം നടന്നതിന് ശേഷം അതീവ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നതും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഗൗരവത്തോടുകൂടി വിഷയത്തെ എടുക്കുന്നു. നടപടി ഉറപ്പെന്ന തരത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇന്നിപ്പോൾ താങ്കളും താങ്കളുടെ സുഹൃത്തും ഒക്കെ ചേർന്ന് നടത്തുന്ന പത്രസമ്മേളനം മുകേഷ് എം നായർ തെല്ലുപോലും ഇക്കാര്യത്തിൽ ഒരു തെറ്റോ ഒരു പിഴവ് കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീ രാഹുൽ ഈശ്വർ, എന്തുകൊണ്ടാണ് ഈ പോയത് അല്ലെ സ്കൂളിലെ പരിപാടിയിൽ പങ്കെടുത്തത് സംബന്ധിച്ച് ഒരു തരത്തിലും അതിലൊരു പിഴവില്ല എന്ന് വാർത്താ സമ്മേളനത്തിലൂടെയൊക്കെ താങ്കൾ ഉൾപ്പെടെ സുകേഷ് ഉൾപ്പെടെ അറിയിക്കുന്നത്? സൗണ്ടിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ശ്രീ രാഹുൽ ഈശ്വർ ഒന്ന് പരിഹരിച്ച ശേഷം താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ആൻസൺ അലക്സാണ്ടർ, വളരെ ഗൗരവത്തോടു കൂടി തന്നെയല്ലേ ഈ കാണേണ്ടത്. കാരണം നോക്കൂ, പോക്സോ കേസിലെ ഒരു പ്രതിയാണ്. ആ പ്രതിയാണ് ഒരു സ്കൂളിലെ ഒരു പരിപാടിയിൽ പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ കുരുന്നുകൾ വരുന്ന ആദ്യത്തെ ഒരു ദിവസമാണ്. ആ ദിവസത്തെ മനസ്സിലേക്ക് പതിയപ്പെടുന്ന ഒരു ചിത്രമാണ്, മുഖങ്ങളാണത്. അപ്പോൾ അവിടെ എത്തിയ ഈ വ്യക്തിയെ അത് കൈകാര്യം ചെയ്ത രീതി വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. തെറ്റു പറയാൻ കഴിയുമോ ശ്രീ ആൻസൺ അലക്സാണ്ടർ? ഈ ഒരു വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ഒരു തരത്തിലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം 2023 തന്നെ 23-24 തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു സർക്കുലർ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തിട്ടുള്ളതാണ്. വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘടനകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളോ ഈ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്കൂളിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ആ സ്കൂളിന്റെ പ്രഥമാധ്യാപകന് തന്നെയാണ്. അപ്പം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം റീസെന്റ് ആയിട്ടുള്ള കുറച്ച് കാലയളവിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകരെ പോലും പോക്സോ പ്രതികളെന്ന് നമ്മൾ പറയുമ്പോൾ അവർ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണ വിധേയരായി വരുന്ന അധ്യാപകരെ പോലും വകുപ്പ് മാറ്റി നിർത്തി ഒരു അത്രയേറെ സംക്ഷിപ്തമായിട്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വ്യക്തി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഒരുപക്ഷെ ആരോപണം മാത്രമായിരിക്കാം, അദ്ദേഹത്തിനെതിരെയുള്ളത് ഒരുപക്ഷെ വ്യാജമായിട്ടുള്ള ആരോപണമായിരിക്കും, എന്ത് തന്നെയാണോ അതിനെക്കുറിച്ചിട്ടുള്ള പറയാനുള്ള ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. അത് കോടതിയുടെ മുൻപിലുള്ളതാണ്, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളതാണ്, അതെന്ത് തന്നെയാണെങ്കിലും. പക്ഷേ ഒരു വ്യക്തി ഇത്തരത്തിൽ വരുമ്പോൾ ആ വരുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ആ പ്രഥമാധ്യാപകനെ തന്നെയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നീട് പ്രവേശനോത്സവം പോലെയുള്ള ഒരു ഇടങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ അത് അവരെ അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കുന്ന സംഘടനകളാണെങ്കിൽ തന്നെയും അവരുടെ ഒരു പ്രൊഫൈല് നോക്കുക എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ നല്ല ഒരു മികച്ച ഒരു വ്യാപാരി ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല മാർക്കറ്റിങ്ങിൻ്റെ അത് ഒരുപാട് കഴിവുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ തന്നെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ആളായിരിക്കാം. എന്നാൽ തന്നെ ആൻസൺ അലക്സാണ്ടർ, താങ്കൾ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ അതിന് നേരത്തെയോ ഈ വ്യക്തി മുകേഷ് എം നായരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ പരിശോധിച്ച് എന്ന് വരിക. താങ്കളെ സംബന്ധിച്ചോളം ആ വീഡിയോസ് പരിശോധിക്കുമ്പോൾ ഒരു സ്കൂളിലെ കുരുന്നുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള സന്ദേശം പകരുന്ന ഒരു വ്യക്തിയാണ് ഈ മുകേഷ് എം നായർ എന്ന് തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? എനിക്ക് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാനും വിദ്യാഭ്യാസ മേഖലയുമായി പ്രവർത്തിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ആവശ്യത്തിലേറെ വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഇത്തരത്തിലുള്ള മേഖലകളും എല്ലാം കടന്നു പോകുന്നത്. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളുടെ ഇടയിൽ നിൽക്കുമ്പം ഇത്തരം ഒരു പ്രൊഫൈൽ വളരെ നമ്മൾ അധികം ഡെപ്തിലൊന്നും പരിശോധിക്കാതെ തന്നെ ഒരു പ്രൊഫൈൽ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പോകുമ്പം ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല. അത് അവിടെയുള്ളൊരു അധ്യാപകർക്കും അല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യത്തിൽ തോന്നേണ്ടതാണ്. ശ്രീ ആൻസൺ അലക്സാണ്ടർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് കരുതുകയാണ്. അതായത് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ കുരുന്നുകൾക്ക് പ്രവേശനോത്സവത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു വേദിയിലേക്ക് പോകുമ്പോൾ ഒരു സ്വയം ഒന്ന് ചിന്തിക്കണമായിരുന്നു. ആ ഒരു ചിന്ത ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുക കൂടിയാണ് മുകേഷ് എം നായരും അവരെ അനുകൂലിക്കുന്ന താങ്കളടക്കമുള്ള ആളുകളും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്?
രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതി മുകേഷൻ നായരെ അനുകൂലിച്ചു. കോടതി അനുകൂലിക്കുന്ന മുകേഷൻ നായരെ നമ്മൾ എതിർക്കുന്നത് ശരിയാണോ? കോടതി പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തെ വ്യാജമായി ഈ കേസിലേക്ക് വലിച്ചഴച്ചതാണ് എന്ന് കോടതിയുടെ വിധിന്യായത്തിൽ, സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങളുടെ സാഹചര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കുറ്റക്കാരനും അപരാധിയുമായി കാണിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, മുകേഷൻ നായർ ചെയ്യുന്ന കോണ്ടന്റിനോട് നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ തീർച്ചയായും വിമർശിക്കാം. പക്ഷേ അതല്ലല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരു പോക്സോ കേസിലെ പ്രതി എന്ന് പറഞ്ഞ് മുകേഷൻ നായരെ കരിവാരത്തേക്കാൻ നോക്കുകയല്ലേ. ഇദ്ദേഹം ആരോപിതൻ അല്ല, മെറിറ്റ് വന്നോ ഇതിന്റെ ട്രയലോ അല്ലെ മറ്റ് രീതിയിലോ, അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ ഇതിന്റെ പൂർണ്ണമായും കുറ്റമുക്തനാക്കി കഴിഞ്ഞ കേസാണോ ഇത്? ഒരിക്കലുമല്ല. ഇദ്ദേഹം പൂർണ്ണമായും കുറ്റക്കാരനാക്കിയ കേസുമല്ല. നേരെ തിരിച്ച് ഇദ്ദേഹത്തിന് അനുകൂലമായി ഹൈക്കോടതി കൊടുത്ത വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചതാണെന്നുള്ളതാണ് കോടതിയുടെ ധാരണ. അപ്പം കോടതിയെ കാട്ടി വലുതല്ലല്ലോ നമ്മൾ. അപ്പൊ അവിടെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുന്ന കിട്ടുന്ന എല്ലാ ആളുകളിലും, കാരണം ചില ഗ്രൗണ്ടുകളിൽ ചില സംശയങ്ങൾ പല കേസുകളിലും നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഞാൻ പോവുകയില്ല, അത് വിശാല സബ്ജക്റ്റ് ആണെങ്കിലും ചില കേസുകളിലൊക്കെ തന്നെ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കാലക്രമം അനുസരിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ബെയിൽ കൊടുത്തിട്ടുണ്ട്. ബെയിൽ കൊടുത്തു എന്ന് കരുതിയിട്ടാണ് അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ച കേസുകളുമുണ്ട്. അപ്പോൾ അതിലൊന്നും ആരും കുറ്റമുക്തനായിട്ടില്ല. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ പല പരാമർശങ്ങളും ഒരുപക്ഷെ കോടതി നടത്തിയേക്കാം. അതുകൊണ്ട് ആ വ്യക്തി പൂർണ്ണമായും കുറ്റക്കാരനെന്ന് പറയുന്നുമില്ല. പക്ഷെ ഞാൻ പോട്ടെ, താങ്കളുടെ വാദം ശരിവെച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ശ്രീ ഒറ്റക്കാര്യം ഞാൻ ചോദിച്ചുകൊണ്ടേ രാഹുൽ ഈശ്വർ ഒരു കാര്യം, താങ്കൾ പറയുന്ന വാദം ഞാൻ ശരിവെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എൻ്റെ താങ്കൾ പറയുന്ന ആരെയും കുറ്റക്കാരൻ അല്ലെങ്കിൽ കോടതി വിധിച്ച ശേഷം മാത്രമേ കുറ്റക്കാരനായി കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഒരു സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളാണ്, കുഞ്ഞു മനസ്സുകൾ എത്തുന്ന ഒരു സ്കൂളിലേക്ക് അവിടെ ഒരു ചടങ്ങിൽ ഇങ്ങനെ പങ്കെടുത്ത് ആ വേദിയിൽ ഇങ്ങനെ അവരെ ഉപദേശിക്കാൻ പ്രാപ്തനാണോ മുകേഷ് നായർ എന്ന വ്യക്തി? until proved guilty. ഒരു വ്യക്തി നിരപരാധിയാണ്, കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത് വരെ എന്നതാണ്. അതോടൊപ്പം കോടതി അനുകൂലമായ വിധിയും കൊടുത്തു. രണ്ട്, മുകേഷ് നായർ മദ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഫാഷനെ കുറിച്ചോ ചെയ്യുന്ന കോണ്ടന്റുകൾ നിങ്ങൾ വിമർശിച്ചോളൂ. ഞാൻ മദ്യം ഉപയോഗിച്ച ഒരാളാണ്. മുകേഷ് നായരുടെ ആ അർത്ഥത്തിലുള്ള കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇപ്പൊ ഉദാഹരണം അങ്ങ് തന്നെ ആലോചിച്ചു. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അല്ലല്ല, ഒരു കോംപ്രമൈസിനും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിന്ന് കൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇടപെട്ടത്. ഞാൻ ചോദിക്കുന്നതല്ല, ഈ വ്യക്തി അല്ലെങ്കിൽ സ്വയമെങ്കിലും ഒന്ന് അറിയണം. ഞാൻ കേവലം ഒരു ഉദാഹരണം, എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് മുന്നിലേക്ക് ആദ്യം ചെല്ലുകയാണ്. മുകേഷ് നായർ ആദ്യം ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് വീട്ടിൽ ചെന്ന് വൈകുന്നേരം പറയുകയാണ്, മുകേഷ് എന്ന് പറയുന്ന ഒരു മാമൻ ആണ് ഇന്ന് പ്രവേശനോത്സവത്തിന് വന്നത്, ആ മാമനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം, അല്ലെ എനിക്കൊന്ന് കാണാൻ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാം എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് കാണുന്നത്? മദ്യക്കുപ്പി, മദ്യബ്രാൻഡുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. പിന്നീട് ബാക്കി എനിക്ക് പറയാനുള്ള സഭ്യതക്കുറവുണ്ട് ഞാൻ അദ്ദേഹം ഇട്ട വീഡിയോകളുടെ കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയിരിക്കണമോ ഒരു കുഞ്ഞ് ആദ്യം ഒരു സന്ദേശം ആദ്യ ദിവസം കുഞ്ഞ് സന്ദേശം ഏറ്റുവാങ്ങേണ്ടത്? സാമാന്യ വേണ്ടേ ശ്രീ രാഹുൽ? പ്രജീഷിന്റെ ക്വസ്റ്റ്യന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് വേടന്റെ പരിപാടിക്ക്, സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ഗസ്റ്റായി വേടനെ കാണുമ്പോൾ തിരിച്ച് അല്ല, വേടന്റെ പൊതുപരിപാടിയല്ലേ, അതിൽ ഒരുപാട് യുവാക്കൾ വന്നില്ലേ? രണ്ട് യുവാക്കൾ പങ്കെടുക്കുന്നു എന്നിരിക്കട്ടെ, എന്താണ് അവിടെ വേടൻ ഒരു കുറ്റം ചെയ്തു എന്ന അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു എന്ന സംഭവത്തിന് ശേഷം പൊതുമധ്യത്തിലേക്ക് വന്ന് പറയുകയാണ്, തെറ്റേറ്റ് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അവിടെ തിരുത്താൻ ശ്രമിക്കുകയാണ്, പൊതുസമൂഹം എന്നോടൊപ്പം നിൽക്കണം, ഞാൻ നിയമത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്ന് പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ് ആ ബൈറ്റ്. അതുപോലാണോ മുകേഷ് നായർ ഇന്ന് വന്ന് പറയുന്നത്? ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, ഒരു സെക്കൻഡ്, ഒരു വരി മാത്രമേ ഉള്ളൂ.
വേടനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ശശികല ടീച്ചർ വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചതിനെ ശക്തമായി അപലപിക്കുകയും ടീച്ചർ അത് പിൻവലിക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു, ആ വ്യക്തിയെ പോലും തിരിച്ചുവരവിന്റെ പാതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ചേർത്ത് പിടിച്ചു. മുകേഷൻ നായർ നിരപരാധിയാണ്. ഞാൻ ഒരു വരി പറഞ്ഞു. മുകേഷൻ നായർ നിരപരാധിയാണ്, യാതൊരു തെറ്റും ചെയ്തില്ല, കോടതി അനുകൂലിച്ചു. എന്നിട്ടും മുകേഷൻ നായരെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? വേടനും മുകേഷൻ നായരുടെ വാലാണോ ഇനി പ്രശ്നം എന്നറിയില്ല. വേടനും മുകേഷൻ നായരും ഒരേപോലെ ചേർത്ത് നിർത്തണ്ടേ? ഓട്ടെ, വേടൻ തെറ്റെങ്കിലും ചെയ്തു, മുകേഷ് തെറ്റെങ്കിലും ചെയ്തില്ല. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ചോദിച്ചത് വേടന് കിട്ടിയ മര്യാദ മുകേഷൻ നായർക്കും കിട്ടണ്ടേ? പ്ലസ് മുകേഷൻ നായർ തെറ്റ് ചെയ്തിട്ടുമില്ല, വ്യാജ കേസുമാണ്, വേടന്റെ ഒറിജിനൽ കേസാണ്. അപ്പം വേടനോട് സാമാന്യ യുക്തി പ്രകാരം ഞാൻ അങ്ങനെ പോയി വീഡിയോ കണ്ടില്ലേ? ഒരാൾക്ക് ഒരു ഉളുപ്പ് തോന്നണം. ഞാനൊരു വേദിയിലേക്ക് പോകുമ്പോൾ ഞാൻ കാത്തു നിൽക്കാം, അല്ലെങ്കിൽ ആ കോടതി എന്നെ കുറ്റവിമുക്തനാകട്ടെ എന്ന് കാത്തിരിക്കാം. അടുത്തൊരു 4 വർഷം മുകേഷ് നായരെങ്കിലും നിൽക്കണോ? അടുത്തൊരു 4 വർഷം അദ്ദേഹത്തിന് വേറെ വേദികളിൽ ഇവിടെ തന്നെ മദ്യപാനികളുടെ സംഘടന വരെ ഉള്ള നാടാണ്. മദ്യപിക്കുന്ന ആളുകളുടെ ദിശാപാർട്ടികൾ ഇങ്ങോട്ട് അദ്ദേഹത്തെ കൊണ്ട് എഴുന്നള്ളിക്കാം, അദ്ദേഹത്തെ കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ അവിടെ നടത്താം. ഈ പാവം കുഞ്ഞുങ്ങളുടെ മുന്നിൽ കൊണ്ടുചെന്ന് ഇരുത്താൻ പ്രാപ്തിയുള്ള എന്ത് ഉപദേശമായിരിക്കും അദ്ദേഹം നൽകുക? ഒരു വരി കൂടി, നമുക്കെല്ലാം അദ്ദേഹത്തിന് 15 വയസ്സുള്ള ഒരു മോളുണ്ട്, അത് തന്നെയാണ് ഒരു അച്ഛൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽ. അത് പോട്ടെ, പക്ഷെ ഒരു റിക്വസ്റ്റ് മന്ത്രി അദ്ദേഹത്തോട് വളരെ താഴ്മയായിട്ടുള്ളത്, അങ്ങനെ കൊടുക്കുകയും വേണം. ഈ മുകേഷൻ നായരെ വിളിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രധാന അധ്യാപകനെ സസ്പെൻഡോ മറ്റോ ഒന്നും ചെയ്യില്ല. അവരൊക്കെ കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളുള്ളവരാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ തൊപ്പി എന്നും പറഞ്ഞൊരു വികൃത ജീവി ഉണ്ടായിരുന്നു, ഏതോ അന്യഗ്രഹത്തിലൊക്കെ ഇറങ്ങി വന്നതുപോലെ മുടിയും വളർത്തി കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുന്ന കൊള്ളാത്ത ഭാഷയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ്. നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം പരമ പുച്ഛമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നാളെ അവരും വരട്ടെ. ഗോവിന്ദസ്വാമിയൊക്കെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ശിക്ഷ കഴിഞ്ഞുവല്ലോ, ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. ഇനി ഞാനൊരു ബ്ലോഗൊക്കെ തുടങ്ങി സ്കൂളുകളിലേക്ക് പോകാമെന്ന് ഗോവിന്ദസ്വാമി വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെയും വിളിച്ചിരുത്താൻ ആളുകൾ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ സമൂഹം. അപ്പോൾ ഈ അധ്യാപകന് മാതൃകാപരമായ ശിക്ഷ വേണം. ഒറ്റ കാര്യം കൂടെ, ഒന്ന്, മുകേഷൻ നായർ നിരപരാധിയും കോടതി അനുകൂലിച്ചാലും നമ്മുടെ ഗോവിന്ദസ്വാമി തെറ്റുകാരനും കോടതി ശിക്ഷിച്ച ആളുമാണ്. ഇവിടുത്തെ ക്രൂഷ്യൽ ഡിസ്റ്റിങ്ഷൻ അപരാധിയാണോ നിരപരാധിയോ എന്നുള്ളതാണ്. 2, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിനോടുള്ള അഭ്യർത്ഥന, JCI എന്നൊരു സംഘടനയാണ് യഥാർത്ഥത്തിൽ മുകേഷ് നായരെ വിളിച്ചത്. JCIയും സ്കൂളും കൂടെ ചേർന്നാണ് പരിപാടി നടത്തിയത്. അവിടുത്തെ പ്രധാന അധ്യാപകൻ പാവം ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അവിടുത്തെ അധ്യാപകരെ അങ്ങ് ഇത് ശിക്ഷിക്കരുത്, വേണമെങ്കിൽ ശാസനം എന്തെങ്കിലും കൊടുത്തു വിടുക, പാവപ്പെട്ട അധ്യാപകരെ ശിക്ഷിക്കരുത്. വൈരുദ്ധ്യം എന്നത് മുകേഷൻ നായർ വന്ന് അവിടെ നിന്ന് ഒരു സാരോപദേശം നൽകി പോവുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം വരുന്ന ആരാണ്? അവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. എന്തിനാ? കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി. അപ്പോൾ തലേ ദിവസം വന്ന മാമന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുമ്പോൾ മാമൻ കുപ്പിയായിട്ട് അവിടെ നിൽക്കുന്നു. മാമൻ അവിടെ കുപ്പിയായിട്ട് നിൽക്കുന്നു. പിറ്റേ ദിവസം വരുന്ന ആരാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ. എന്തൊരു വൈരുദ്ധ്യമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പ്ലീസ്, പ്രതീക്ഷ ഒന്ന് കേൾക്കണം. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കാശ് കൊടുക്കുന്നത് ആരാ? കേരള സർക്കാർ. കേരള സർക്കാർ ആരാ നടത്തുന്നത്? ബെവറേജസ് ഔട്ട്ലെറ്റ്. അതിനേക്കാൾ വലിയ വൈരുദ്ധ്യമാണോ? കേരള സർക്കാർ വിൽക്കുന്ന സാധനത്തിനെതിരെ ബോധവൽക്കരണം കേരള സർക്കാർ തന്നെ നടത്തുന്നതിനെക്കാട്ടി വലിയ വൈരുദ്ധ്യമാണോ? നമ്മുടെ നാട്ടിൽ മദ്യം വിൽക്കുന്നത് ആരാ? നമ്മുടെ നാട്ടിൽ 18 വയസ്സൊന്നും നിബന്ധന എല്ലായിടത്തും. അതാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഈ ചർച്ചയെ കൊണ്ടുവന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയാക്കണം. എന്താണ് നമ്മളൊരു യൂട്യൂബിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മൾ കയറുന്നെങ്കിൽ അവിടെ 18 വയസ്സെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യം ചോദിക്കും. പിന്നീട് എന്താണ്? US സർട്ടിഫിക്കറ്റ് അടക്കം നൽകിയാണ് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. വീട്ടിലൊരു കുട്ടിയുണ്ട്, എന്റെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. മുകേഷൻ നായർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? വളരെ സന്തോഷത്തോടെ കുട്ടികളോട് സംസാരിച്ചു പോയി. നമ്മുടെ ലാലേട്ടൻ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നില്ലേ? ലാലേട്ടനെ നമ്മൾ വേദിയിൽ നിന്ന് അകറ്റി നിർത്തണമെന്നാണോ? ഇതൊന്നും നമ്മൾ ആവശ്യമില്ലാതെ ഔട്ട്റേജ് ഉണ്ടാക്കുകയാണ്. എന്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, മുകേഷ് നായരെ പറഞ്ഞോളൂ. പാവപ്പെട്ട അവിടുത്തെ പ്രധാന അധ്യാപകൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. JCI എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയേണ്ട ആളാണ്. കാരണം നാളെ എല്ലാവരും, കാരണം എന്താണ്, അദ്ദേഹം അറിയേണ്ട ആളാണ്. അദ്ദേഹം സസ്പെൻഡ് ചെയ്യണം ഉടനടി. ഈ റിപ്പോർട്ട്
റിപ്പോർട്ട് കിട്ടിയാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല ശ്രീ രാഹുൽ ഈശ്വർ, മാതൃകാപരമായ നടപടി എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ കയറി നാഥനില്ലാ കളരി പോലെ ആകരുത് സ്കൂള്. തോന്നിയതുപോലെ ആർക്കും ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക്, ഒരു തട്ടിപ്പ് സംഘടനയ്ക്ക്, തട്ടിക്കൂട്ട് സംഘടനയ്ക്ക് ആരെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ വരുന്ന ആള് എത്രത്തോളം ആ കുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് ചോദിക്കാനും അറിയാനും അറിഞ്ഞിരിക്കാനുള്ള ബാധ്യത ഈ ഉദ്യോഗസ്ഥരില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അല്ല, പ്രജീഷിനോട് ഒരു വിമർശനം മാത്രം. JCI ലോകത്തിൽ അറിയപ്പെടുന്ന സംഘടനയാണ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ അറിയപ്പെടുന്ന സംഘടനയാണ്. അവരൊരു ഇൻഫ്ലുവൻസർ രീതി വിളിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താ അറിയാമോ? അതായത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾ ഷാഹിദ് അഫ്രീദിയെ ദുബായ് വിളിച്ചു എന്ന് പറഞ്ഞ് അവിടത്തുകാരെ ഡീപ്പോർട്ട് ചെയ്യണം, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഔട്ട്റേജ് ഉണ്ടാക്കുകയാണ്. അതേപോലെ ഈ ഇമാജിനറി ആയ ഇല്ലാത്ത പോക്സോയുടെ പേരിൽ, അതായത് മുകേഷ് നായരുടെ പേരിൽ ഇല്ലാത്ത പോക്സോയുടെ പേരിൽ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയാണ്. വേണമെങ്കിൽ എന്നെ മുകേഷ് നായരെ ഈ വിഷയത്തിൽ ശിക്ഷിച്ചോളാൻ പറയൂ, ഞങ്ങൾക്കെതിരെ ഗവൺമെന്റ് എന്തെങ്കിലും കാര്യത്തിൽ വേണം. അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയ മുകേഷ് നായർ പറഞ്ഞ അവസാനത്തെ ഒരു വരി എന്റെ ചെവിയിലിരിക്കുകയാണ്. അതായത് അടുത്ത ഞാൻ പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എൻ്റെ അത് ഞാൻ തന്നെ സ്വയം ഒരു ഉളുപ്പ് തോന്നി പറഞ്ഞിട്ട് പോലും ആ കുട്ടികൾ പറയുന്നത് അങ്ങ് വരണം, അതായത് അവിടെ ഒരു വിവാദം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതാ ഉണ്ടാകാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ ആ കൗമാരത്തിന്റെ ഒരു മനസ്സ് നോക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ആൻസൺ അലക്സാണ്ടർ? പ്രജേഷ്, ഞാനിവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ രാഹുൽ പറയുന്നത് കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇദ്ദേഹം പറയുന്ന ഒരു പാർട്ടി ഉണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനങ്ങൾക്കും വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇത്തരത്തില് JCI എന്ന് പറയുന്നത് വളരെ ലോകപ്രസിദ്ധമായിട്ടൊരു സംഘടന തന്നെയാണ്, അതിൻ്റെ അകത്തൊന്നും ആർക്കും ഡൗട്ടില്ല. പക്ഷേ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം മുൻകൂട്ടി അവിടെയുള്ള പ്രഥമാധ്യാപകനെ അറിയിക്കുക എന്നുള്ളത് ആ സംഘടനയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ ആ സംഘടനയ്ക്കെതിരെയാണ് യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടതും കേസ് എടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ പ്രഥമാധ്യാപകനെതിരെ കേസെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, 2023-24 പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വെളിയിൽ നിന്നുള്ള ഒരു സംഘടനയോ വ്യക്തിയോ ഇത്തരത്തിൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് നമ്മൾ കൊണ്ടുവരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ 100% ഉത്തരവാദിത്വവും ആ സ്കൂളിലെ അധ്യാപകർക്ക് തന്നെയാണ്, പ്രഥമാധ്യാപകന് തന്നെയാണ്. ആ ഉത്തരവാദിത്വം ഒരാൾക്ക് തോന്നിയതുപോലെ ആർക്കും സ്കൂളുകളിലേക്ക് ആരെയും വിളിക്കാമെന്ന സ്ഥിതിയാണോ? എനിക്കിപ്പോ ഒരു സംഘടന, ഞാനൊരു സംഘടന തട്ടിക്കൂട്ടി എനിക്കൊന്ന് പ്രശസ്തി നേടണം, അപ്പൊ ഞാനൊരു സ്കൂളിലെ ഞാൻ പഠിച്ച സ്കൂളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളോ എന്ന് വിചാരിക്കുക, അവിടെ കുറച്ച് ഒരു പരിപാടിക്ക് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഒരു മോണിറ്ററിംഗ് ഒന്നുമില്ലേ? സാധാരണ ഞാൻ കേട്ടത് ക്ലിയറൻസ് ഉണ്ടാകേണ്ടതല്ലേ? അതെ, ഇതിന്റെ അകത്ത് കുത്തടിഞ്ഞൊരു സംവിധാനമല്ലല്ലോ, പൊതുവിദ്യാഭ്യാസ വകുപ്പല്ലേ. ഇവിടെ നാളെ ഇപ്പം നടന്നുള്ള ഇൻസിഡന്റ് മാറ്റി വെക്കും നിങ്ങൾ. നാളെ ഇതിന്റെ അകത്ത് വരുന്നത് ഏതെങ്കിലും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽ ആക്ട് എന്തും പോട്ടെ, ഒരു പീഡോഫൈൽ ആയിട്ടുള്ള ആളായിക്കോട്ടെ, ഇത്തരത്തിൽ വരുന്ന ഒരാള് ഇവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന് പിന്മാറി നിൽക്കാൻ പറ്റുമോ? ഇവിടെയുള്ള അധ്യാപകർക്ക് വേണമെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാം, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാം, അല്ലെ സംഘടനയുടെ മേലിൽ പഴിചാരാം. പക്ഷെ ഈ ഒരു കുട്ടിക്ക് അവിടെ ഉള്ളൊരു കുട്ടിക്ക് എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാലും, ആ സ്കൂളിൽ എന്ത് ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് വകുപ്പിന് പിന്മാറി നിൽക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെയുള്ള അധ്യാപകരെ സംബന്ധിച്ച ഒരുപാട് കേസുകളിൽ പ്രതിയേർക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ സർവീസിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധി പ്രക്രിയ നടക്കുന്ന സമയത്താണിത്, ഓർക്കണം. അതാണ് ഞാൻ പറയാൻ തുടങ്ങിയ ഒരു കാര്യം. ഇദ്ദേഹം നിരപരാധി ആണ് എന്നിവിടെ നമ്മൾ വാദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് പറയാനുള്ള അറിവ് എനിക്കില്ല. അതുപോലെ തന്നെ അദ്ദേഹം നിരപരാധി ആണ് എന്ന് പറയാനുള്ള ഒരു തരത്തിൽ ഒരു ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം നിരപരാധി ആണ് എന്ന് പറയാനും എനിക്ക് കഴിയത്തില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തും പോട്ടെ, ആ കേസ് പോക്സോ എന്നുള്ള കേസ് മൊത്തത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയതിനു ശേഷവും ഇത്തരത്തിലൊരു വ്യക്തിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ചെക്ക് നടത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രൊഫൈൽ ചെക്ക് നടത്തിയിട്ടില്ല എങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? എന്താണ് ഈ പ്രഥമാധ്യാപകൻ പറയുന്നത്? എന്താണ് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ സ്പോൺസർ കൊണ്ടുവന്നതാണ്. അതെങ്ങനെ നമ്മൾ ന്യായീകരിക്കും? എങ്ങനെ ദഹിക്കുന്നതാണത്? നാളെ ഈ സ്കൂളിൽ ഇതൊരു ഇങ്ങനെയുള്ള 7 സ്കൂളിലാണെങ്കിൽ മറ്റ് സ്കൂളുകളുടെയൊക്കെ അവസ്ഥ ആർക്കും എങ്ങനെയാണ്? കാരണം എല്ലാ സ്കൂളുകൾക്കും നമുക്കറിയാം, ഗ്രാമീണ സ്കൂളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പൗരപ്രമുഖരുടെയൊക്കെ സഹായത്തോടുകൂടി PT ഒക്കെ തന്നെ അവരുടെ സഹായത്തോടുകൂടി പരിപാടികൾ ഓരോ അങ്ങനെ അങ്ങേയറ്റത്തെ ശോച്യാവസ്ഥയിലെ സ്കൂളുകൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന ആളുകൾ, അപ്പോൾ ഒരു നിയന്ത്രണവും ഒരു ഫിൽറ്ററിങ്ങും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒരു മാതൃകാപരമായ ഒരു അറ്റൻഷൻ ഇതിൽ കൊടുക്കേണ്ടതല്ലേ? 100% വേണ്ടുന്നൊരു കാര്യമല്ല. ഇതിന്റെ അകത്ത് എന്ത് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ആണ് ഉള്ളത്? ഒരു സ്കൂളിൽ ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്, എന്ത് സിലബസ് ആണ് അവിടെ സംസാരിക്കുന്നത്? ഈ വരുന്ന വ്യക്തിക്ക് എനിക്ക് എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു, എന്നെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കുട്ടികളോട് പറഞ്ഞുകൂടെ?
എന്ത് തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എടുക്കാൻ പറ്റുന്നത്? അതിന് എടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണിത്. ഇതുപോലെ തന്നെ ആരോപണം വന്നിട്ടുള്ള വ്യക്തികൾക്കെതിരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്ത് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത്രയേറെ നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോക്സോ കേസുകളെ കുറിച്ച് ഈ പറഞ്ഞ, പ്രത്യേകിച്ച് എനിക്ക് രാഹുൽ പറഞ്ഞത് പലതിനോട് യോജിക്കാൻ പറ്റാത്തതിന്റെ കാര്യം, റിയാലിറ്റി ആയിട്ട് ഇതിനൊക്കെ എത്രത്തോളം ബന്ധമുണ്ടെന്ന് കൂടെ എനിക്ക് ഓർക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പോക്സോ കേസുകളെയും സംഭവിച്ചിടത്തോളം ഇതിൻ്റെ അകത്തൊന്നും വല്ലാതെ നമ്മൾ മരവിച്ച് നിന്നു പോകുന്നൊരവസ്ഥയുണ്ട്. മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ 100 കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 5ഓ 6ഓ കുട്ടികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. തീർച്ചയായും ശ്രീ രാഹുൽ ഈശ്വർ അവസാനമായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കാര്യമേ ഉള്ളൂ. പോക്സോ കേസുകൾ ഗൗരവമുള്ളതാണ്. വ്യാജ പോക്സോ കേസുകളും അതേപോലെ ഗൗരവമുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ തലവന് എതിരെ വ്യാജ പോക്സോ കേസ് വന്നു. നമ്മുടെ യുവജനോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ ശക്തമായി പിന്തുണച്ചു. പോക്സോയും സ്ത്രീ പീഡനവും എല്ലാം ആൾക്കാർക്കെതിരെ വ്യാജമായി ഉപയോഗിക്കുന്നത് നാളെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ 3 പേർക്കും എതിരെ വരാം. നാളെ രാഹുൽ ഈശ്വറിനെതിരെ വരാം. നാളെ നമ്മുടെ ആൻസൺ അലക്സാണ്ടർ ജിക്കെതിരെ വരാം. നാളെ ശ്രീ പ്രജീഷ് ജിക്കെതിരെ വരാം. അങ്ങനെ വ്യാജ പരാതി പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ 18 വയസ്സ് ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയുള്ള സ്ഥലത്ത് അദ്ദേഹം പോവല്ലോ, ആരും റെസ്ട്രിക്ട് ചെയ്യുന്നില്ലല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ മനോഹര സുന്ദരമായ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ സ്കൂളും കോളേജും ഒക്കെ ഒന്ന് വിട്ടുപിടിക്കാൻ പറയണം. കോടതി അനുകൂലിച്ചൊരു വ്യക്തിയെ നമ്മൾ കുറ്റക്കാരനാക്കണം. കോടതി അദ്ദേഹത്തെ അനുകൂലിച്ചു, നമ്മൾ അദ്ദേഹത്തെ നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് ഇപ്പോഴും യോജിപ്പില്ല. അതിന്റെ അകത്ത് ജാമ്യം കിട്ടി എനിക്കെതിരെ 4 ആരോപണം വന്നാൽ അതിൽ നിന്ന് അതിന്റെ അകത്ത് ഞാൻ അതായത് രാഹുൽ ഈശ്വറിന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധനാണ്, അങ്ങനെ വിശുദ്ധിയുടെ കുമ്മായം അണിയുന്ന ആളാണെന്ന് രാഹുൽ അങ്ങ് പഠിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സംസാരിക്കാൻ പറ്റും? നമ്മൾ പഠിച്ച ഭരണഘടനയിലും IPC-യിലും പഠിപ്പിക്കുന്നത് പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നത് അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വം. മുകേഷിന് വേണ്ടി അടിസ്ഥാന തത്വം നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ അടിസ്ഥാന തത്വം ഇവിടെ നടക്കുന്ന പോക്സോ കേസുകളെ ക്രിമിനലുകളായിട്ടുള്ള അധ്യാപകർക്കും ബാധകമാണ്. ഈ പറയുന്ന അധ്യാപകർ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുള്ള കുട്ടികളെ തന്നെ അധ്യാപകർ ശിക്ഷിക്കുന്നത് വരെ അവർ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. താങ്കൾ തിരിച്ചു ചിന്തിച്ചു വ്യാജ പരാതി അതാണ് അതിന്റെ അകത്ത് ഉത്തരവാദിത്വം എടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. എനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും നിരപരാധിയാണെന്ന് തെളിയിക്കുവാനുള്ള ബാധ്യത എന്റെ മേലിൽ വരുന്നതാണ് പോക്സോ നിയമത്തിന്റെ പ്രത്യേകത. അത് ഞാൻ തെളിയിക്കുന്നത് വരെ അതെന്റെ ധാർമ്മികതയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ധാർമ്മികമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. മുകേഷ് നായർ പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെയൊന്നും മാറി നിൽക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു? എഴുതാപ്പുറം വായിക്കാതിരി സൂചിമുനയിലൂടെ തൂമ്പ കയറ്റല്ലേ, സൂചിമുനയിലൂടെ ഇങ്ങനെ തൂമ്പ കയറ്റാൻ ശ്രമിക്കില്ലേ? ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് വളച്ചിട്ടില്ല. അങ്ങയുടെ പരിപാടിയിൽ ആൻസൺ അതാണ് പറഞ്ഞത്. അങ്ങ് അല്ലെന്ന് പറയുമ്പോഴും ആൻസൺ അപ്പുറത്ത് പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാ പറയുന്നത്. പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറഞ്ഞത്. 18 വയസ്സ് വരെ കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് മാറി അതെങ്കിലും മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൂടെ എന്ന ചോദ്യമേ ഉള്ളൂ. അത് വ്യാജ പരാതിയല്ലേ? അല്ല, തെളിയിച്ചു കഴിഞ്ഞോ? രാഹുൽ ഈശ്വർ കൽപ്പിക്കാൻ ആരാണ്? അത് കോടതി പറഞ്ഞത് ഒരു ബെയിൽ കൊടുക്കുമ്പോൾ, ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുമ്പോൾ പല നിരീക്ഷണങ്ങളും പല രീതിയിലുണ്ടായിരിക്കാം. അല്ലല്ല അവിടെ ഒരു തീർപ്പല്ലത് ഒരു തീർപ്പല്ലല്ലോ, അത് തുടക്കമല്ലേ? അതിനെ നമുക്ക് കണ്ടുകൂടെ? കോടതി പോലും പറഞ്ഞൊരു കാര്യമാണ്. കോടതിയെ ബഹുമാനിക്കുക, അത് മാത്രമാണ് റിക്വസ്റ്റ്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വറൊപ്പം അഡ്വക്കേറ്റ് ആൻസൺ അലക്സാണ്ടർ പ്രതികരിച്ചത്.